നമസ്കാരം, എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത്, നമ്മൾ നേരത്തെ തുടങ്ങിയൊരു സെഷനുണ്ട്, അതായത് 100 ദിവസം 100 ചാപ്റ്റർ എന്നൊരു ഇംഗ്ലീഷ് സെഷൻ നമ്മൾ തുടങ്ങിയായിരുന്നു. അതിനകത്ത് ഇന്ന് 24ാമത്തെ പാഠമാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, നമുക്കവിടെ കുറച്ച് നാൾ താമസിക്കണം, നമുക്കൊരു ഹോട്ടൽ ബുക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കേണ്ട പല കാര്യങ്ങളുണ്ടല്ലേ. ഭക്ഷണം ഇവിടെ കിട്ടുമോ, ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണോ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടല്ലേ. ഇതെല്ലാം ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇത് ലൈക്കും ചെയ്യേണ്ട, സബ്സ്ക്രൈബും ചെയ്യേണ്ട, പഠിച്ചാൽ മാത്രം മതി. നമുക്ക് ആദ്യം ശ്രദ്ധിക്കുക, നമ്മളൊരു ഓൺലൈനായിട്ട് നമ്മൾ മിക്കപ്പോഴും ഇപ്പോഴും അങ്ങനെയാണല്ലോ ബുക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് അവരെ ഫോൺ വിളിച്ച് നമുക്ക് സംസാരിച്ചിട്ട് വേണം നമുക്ക് ഇത് ബുക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ സംസാരിച്ച് തുറക്കാമെന്ന് നമുക്ക് പഠിക്കാം. അതുമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒന്ന് ഗ്രീറ്റ് ചെയ്യരുത്. നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഗുഡ് മോർണിംഗ് പറയുക, അല്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയുക, ഗുഡ് ഈവനിങ് പറയുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സമയമനുസരിച്ചാണ് ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ് പറയുന്നത്. രാവിലെ 12 മണി വരെ നമ്മൾ ഗുഡ് മോർണിംഗ് ആണ് പറയുന്നത്. 12 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ ഗുഡ് ആഫ്റ്റർനൂൺ. 5 മണി ശേഷം രാത്രി എത്ര മണിയായാലും ഗുഡ് ഈവനിങ് ആണ് പറയുന്നത്. അതിനുശേഷം നമ്മുടെ പേര് പറയാം, മൈ നെയിം ഈസ് ജസ്റ്റിൻ. ഓക്കെ, നമുക്ക് പറയണം, ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഡബിൾ റൂം ഫോർ എ ഫാമിലി ഓഫ് 2 adults ആൻഡ് എ ചൈൽഡ്. എനിക്ക് ഒരു ഡബിൾ റൂം വേണം. ആർക്ക് വേണ്ടി? 2 adults. 2 adults എന്ന് പറഞ്ഞാൽ 2 പ്രായപൂർത്തിയായ ആൾക്കാരും, പിന്നെ അതുപോലെ എ ചൈൽഡ്, ഒരു കുഞ്ഞുണ്ട്. ഇപ്പോൾ 2 ആണെങ്കിലോ 2 children എന്ന് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ 1 ആയതുകൊണ്ടാണ് 1 child എന്ന് പറഞ്ഞത്, എ ചൈൽഡ് എന്ന് പറഞ്ഞു. ഓക്കെ, ഐ വുഡ് ലൈക്ക് ടു, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് പല സാഹിത്യത്തിൽ ഉപയോഗിക്കാം. എനിക്ക് ആവശ്യമുണ്ട്, എനിക്ക് വേണം എന്നൊക്കെ ഉള്ള അർത്ഥത്തിലാണ് ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഡബിൾ റൂം ഫോർ എ ഫാമിലി ഓഫ് 2 adults ആൻഡ് എ ചൈൽഡ്. അപ്പോൾ നമ്മളോട് റിസപ്ഷനിസ്റ്റ് ചോദിക്കുകയാണ്, വെൻ ഡു യു വോണ്ട് ഇറ്റ്, വെൻ ഡു യു വോണ്ട് ഇറ്റ്, എപ്പോഴാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്, വെൻ ഡു യു വോണ്ട് ഇറ്റ്. അല്ലെങ്കിൽ ഇപ്പോഴെങ്ങനെ വേണമെങ്കിലും ചോദിക്കുക, വെൻ ഫോർ, എപ്പോഴത്തേക്ക് വേണ്ടി. സെയിം ആണ്, വെൻ ഡു യു വോണ്ട് ഇറ്റിന് പകരം വെൻ ഫോർ എന്ന് ചോദിച്ചാൽ മതി അല്ലേ. ഇനി നമുക്ക് പറയാം, ഫ്രം 20th of this month. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ നിങ്ങളോട് ചോദിക്കും, ഹൗ മെനി നൈറ്റ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ, എത്ര രാത്രിയാണ് നിങ്ങളവിടെ താമസിക്കുന്നത്. നമ്മൾ സാധാരണ ഹോട്ടലിലൊക്കെ അങ്ങനെയാണല്ലേ, ഒരു രാത്രി. പകൽ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ 12 മണിക്ക് തുടങ്ങി നെക്സ്റ്റ് ഡേ 12 മണി വരെയാണ് മിക്ക ഹോട്ടലിലും ചെക്കിനും ചെക്കൗട്ടും. എന്താണ് ചെക്കിൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ പിന്നെ അകത്തേക്ക് പോകുന്നതിന് ചെക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോട്ടൽ റൂം എടുത്ത് അല്ലേ, അവിടെ നിന്ന് ഇറങ്ങുന്നത് ചെക്ക് ഔട്ടാണ്. ഇനി ഹൗ മെനി നൈറ്റ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ, എത്ര ദിവസം, എത്ര രാത്രി നിങ്ങൾക്ക് താമസിക്കണം. നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഗുഡ് മോർണിംഗ്, മൈ നെയിം ഈസ് ജസ്റ്റിൻ. ഐ വുഡ് ലൈക്ക് ടു ബുക്ക് എ ഡബിൾ റൂം ഫോർ എ ഫാമിലി ഓഫ് 2 adults ആൻഡ് എ ചൈൽഡ്. വെൻ ഡു യു വോണ്ട് ഇറ്റ്, ഹൗ മെനി നൈറ്റ്സ് വുഡ് യു ലൈക്ക് ടു സ്റ്റേ. ഇനി വേറെ രീതിയിൽ അത് തന്നെ ചോദിക്കാം, ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ്, ഹൗ ലോങ് വിൽ യു ബി സ്റ്റേയിങ്. നമുക്ക് പറയാം 7 nights അല്ലെങ്കിൽ 3 nights. എത്ര ദിവസമാണ് നിങ്ങൾ താമസിക്കുന്നത്. നമ്മളെപ്പോഴും രാത്രി വെച്ചാണ് ഹോട്ടലിൽ നമ്മൾ പറയുന്നത്, ഇത്ര രാത്രി എന്നുള്ളത് വെച്ചാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കാം, എത്ര രൂപയാണ് റൂമിന്, ഹൗ മച്ച് ഈസ് എ റൂം, ഹൗ മച്ച് ഈസ് എ റൂം എന്ന് സിമ്പിളായിട്ട് ചോദിച്ചാൽ. അപ്പോൾ അവർ നമ്മളോട് പറയണത് 2000 ഫോർ എ ഡബിൾ റൂം ആൻഡ് 5000 ഫോർ എ സ്യൂട്ട്. സത്യത്തിൽ ഇതിന് സ്യൂട്ട് എന്നല്ല പറയുന്നത്, സ്വീറ്റ് എന്നാണ് പറയുന്നത്, സ്വീറ്റ്. അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ സ്യൂട്ട് റൂം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, സ്യൂട്ട് റൂം അല്ല, സ്വീറ്റ്. എന്താണ് സ്വീറ്റ്സ്? നമ്മൾ കഴിക്കുന്ന സ്വീറ്റ് ഉണ്ടല്ലോ, അതേ സെയിം പ്രൊനൗൺസിയേഷൻ. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റൂംസ്. അതായത് നമ്മളിപ്പോൾ സ്വീറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു റിസപ്ഷൻ ഏരിയ കാണും, പിന്നെ ബെഡ്റൂം കാണും, ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള റൂം കാണും. ഇതെല്ലാം കൂടി ഒന്നിനാണ് നമ്മൾ സ്വീറ്റ് എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായല്ലോ, സ്വീറ്റ്. അപ്പോൾ 5000 രൂപയാണ് സ്വീറ്റിന്. Is breakfast included? Breakfast എന്നതുണ്ടോ? No, we don't provide breakfast. No, we don't provide breakfast. But there is a cafe nearby. അല്ലെങ്കിൽ there is a restaurant nearby. അപ്പോൾ ഈ പൈസയ്ക്കകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ എന്നുള്ളത് സാധാരണ അവർ ബൊഫേ ആയിട്ടാണ് കൊടുക്കുന്നത്. സാധാരണ അവർ ഫുഡ് കൊടുക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ ബൊഫേ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൊഫേ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ സാധനവും ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ എടുത്ത് കഴിക്കുന്നു, ആവശ്യത്തിനുള്ളത് എടുത്ത് കഴിക്കുന്നു അല്ലേ. വേണേൽ കുറച്ചെണ്ണം എടുത്ത് നമ്മൾ ബാഗിൽ വിടുന്നു. അങ്ങനെ ചെയ്ത് അതല്ല, അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കഴിക്കാം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? സ്വീറ്റ്, സ്വീറ്റ്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ഹൗ മച്ച് ഈസ് എ റൂം? 2000 ഫോർ എ ഡബിൾ റൂം and 5000 for a suite.
Is breakfast included? Is breakfast included? No, we don't provide breakfast, but there is a cafe nearby. ഇനി നമുക്ക് അവരോട് ചോദിക്കണം, നിങ്ങളുടെ അവിടെ ഫ്രീ ആയിട്ട് വൈഫൈ കിട്ടുമോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ചാർജ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കാം. ഡു യു ഹാവ് എ ഫ്രീ വൈഫൈ ഓർ ഇസ് ദർ എ ചാർജ്? ഡു യു ഹാവ് എ ഫ്രീ വൈഫൈ ഓർ ഇസ് ദർ എ ചാർജ്? അപ്പോൾ അവർ പറയും, നോ, വി ഹാവ് ഗോട്ട് എ ഫ്രീ വൈഫൈ. വാട്ട് ആർ യുവർ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈംസ്? ഈ ചെക്ക് ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹോട്ടലിൽ ബുക്ക് ചെയ്ത് അകത്തോട്ട് കയറുന്ന, നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് അകത്തോട്ട് കയറുന്നതാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നത്. ചെക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയത്താണ് ചെക്ക് ഔട്ട് എന്ന് പറയുന്നത്, അല്ലേ? വാട്ട് ആർ യുവർ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈംസ്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ. ചെക്ക് ഇൻ ടൈം ഈസ് 2 PM ആൻഡ് ചെക്ക് ഔട്ട് ടൈം ഈസ് 12 PM. ശ്രദ്ധിക്കുക, 2 മണിക്ക് നമ്മൾ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. നമ്മൾ നേരത്തെ ചെന്നാൽ പറ്റത്തില്ല. അതാണ് നമുക്ക് ചോദിക്കേണ്ടത്. ഡു യു അലൗ ഏർലി ചെക്ക് ഇൻ? നിങ്ങൾ നേരത്തെ വരാൻ സമ്മതിക്കുമോ? ഡു യു അലൗ ഏർലി ചെക്ക് ഇൻ? അതുപോലെ തന്നെ നമുക്ക് മിക്കപ്പോഴും നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്, ഡു യു അലൗ ലേറ്റ് ചെക്ക് ഔട്ട്? താമസിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുമോ? അതോ നിങ്ങൾ ചാർജ് ചെയ്യുമോ എന്നുള്ളതാണ്, അല്ലേ? ചാർജ് ചെയ്തില്ല നമുക്കറിയാമല്ലോ സമ്മതിക്കുമെന്നുള്ളൂ. പക്ഷേ മിക്ക ഹോട്ടലുകളും ഏതാണ്, ലേറ്റ് ചെക്ക് ഔട്ടൊക്കെ സമ്മതിക്കാറുണ്ട്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ ചോദിക്കണം. ഡു യു ഹാവ് ഫ്രീ വൈഫൈ ഓർ ഈസ് ദർ എ ചാർജ്? വാട്ട് ആർ യുവർ ചെക്ക് ഇൻ ആൻഡ് ചെക്ക് ഔട്ട് ടൈംസ്? ഡു യു അലൗ ഏർലി ചെക്ക് ഇൻസ്? ഡു യു അലൗ ലേറ്റ് ചെക്ക് ഔട്ട്? ഇനി നമുക്ക് ചോദിക്കണം, നമ്മൾ ക്യാൻസലേഷൻ എങ്ങനെയാണ്? എനിക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പോളിസി എന്ന് ചോദിക്കണം. നമുക്ക് അങ്ങനെ ചോദിക്കാം, വാട്ട് ഈസ് യുവർ ക്യാൻസലേഷൻ പോളിസി? അതെങ്ങനെയാണ് എൻ്റെ കാര്യങ്ങൾ, കാശ് പോവോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ചോദിക്കണം, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് യുവർ ക്യാൻസലേഷൻ പോളിസി? അതിൻ്റെ ഉത്തരവാണ്, യു ഷുഡ് ക്യാൻസൽ അറ്റ്ലീസ്റ്റ് 24 hours ബിഫോർ യുവർ ചെക്ക് ഇൻ ഡേറ്റ് ടു അവോയ്ഡ് എ ഫീ. എന്ന് പറഞ്ഞാൽ എന്താണ്? 24 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. എന്ത് ചെയ്യാൻ വേണ്ടി? അവോയ്ഡ് എ ഫീ. അല്ലെങ്കിൽ അവരുടെ ഫീ ചിലപ്പോൾ ബുക്കിങ്ങിൻ്റെ അതേ എമൗണ്ട് ആയിരിക്കും, അല്ലേ? നമ്മുടെ ഇന്ന് കാശ് മൊത്തം പോവും. അപ്പോൾ നമുക്ക് ചോദിക്കാം, വാട്ട് ഈസ് യുവർ ക്യാൻസലേഷൻ പോളിസി? അപ്പോൾ അവർ പറയുകയാണ്, യു ഷുഡ് ക്യാൻസൽ അറ്റ്ലീസ്റ്റ് 24 hours ബിഫോർ യുവർ ചെക്ക് ഇൻ ഡേറ്റ് ടു അവോയ്ഡ് എ ഫീ. ഇപ്പോൾ ചിലപ്പോൾ അവർ പറയും ബിഫോർ 36 hours, അല്ലെങ്കിൽ ചിലപ്പോൾ ബിഫോർ 2 hours. എങ്ങനെ വല്ലതും ആകാം, അല്ലേ? അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് ചോദിക്കാം, എനിക്ക് ഒരു റിസർവേഷൻ ഉണ്ട്, പക്ഷേ അതിൻ്റെ ചെക്ക് ഇൻ ഡേറ്റ് എനിക്ക് മാറ്റണം. നമ്മൾ 5-ാം തീയതിയാണ് ബുക്ക് ചെയ്തത്, പക്ഷേ നമുക്കിപ്പോൾ മനസ്സിലായി 5-ാം തീയതി പോകാൻ പറ്റില്ല, നമുക്ക് 10-ാം തീയതി പോകാൻ പറ്റുള്ളൂ. നമുക്കത് മാറ്റണം. എങ്ങനെ ചോദിക്കാം? ഇങ്ങനെ പറയാം, ഐ ഹാവ് എ റിസർവേഷൻ വിത്ത് യു ബട്ട് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് ദ ചെക്ക് ഇൻ ഡേറ്റ്സ്. എനിക്ക് റിസർവേഷൻ ഉണ്ട്, അത് മാറ്റണം. I have a reservation with you but I would like to change the check-in date. ഇത് തന്നെ നമുക്ക് വേറെ പല അവസരത്തിൽ ഉപയോഗിക്കാം. I have a single room booked. ഇവിടെ നമുക്ക് പറയണം, എനിക്ക് ഒരു സിംഗിൾ റൂമാണ് ബുക്ക് ചെയ്ത് അതെനിക്ക് ഡബിൾ റൂം ആക്കണം. എങ്ങനെ പറയാം? I have a single room booked but I would like to change to a double room. അത്ര മതി, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കോമൺ ആണ്. ഐ ഹാവ് എ സിംഗിൾ റൂം ബുക്ക്ഡ് ബട്ട് ഐ വുഡ് ലൈക്ക് ടു ചേഞ്ച് ടു എ ഡബിൾ റൂം. അങ്ങനെ നമുക്ക് പറയാം. ഇനി വെൻ വുഡ് യു ലൈക്ക് ടു ചെക്ക് ഇൻ? അവർ നമ്മോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നത്തേക്കാണ് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞില്ല നമുക്ക് മാറ്റണമെന്ന്. ഓക്കെ, വെൻ വുഡ് യു ലൈക്ക് ടു ചെക്ക് ഇൻ? ഇവിടെ നമുക്ക് ശ്രദ്ധിക്കുക, വുഡൊക്കെ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ലേ? അതൊരു പൊളൈറ്റായിട്ട് ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ വുഡ്. ഇനിയിപ്പോൾ നമ്മൾ ഹോട്ടലിലെത്തി നമുക്ക് പറയണം, എൻ്റെ പേരിൽ ഒരു റിസർവേഷൻ ഉണ്ട്. എന്തെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ ഹാവ് എ റിസർവേഷൻ അണ്ടർ ദ നെയിം ജസ്റ്റിൻ. ജസ്റ്റിൻ എന്ന പേരിൽ ഞാൻ റിസർവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കൗണ്ടറിൽ പറഞ്ഞാൽ മതി, അല്ലേ? ഗുഡ് മോർണിംഗ്, ഐ ഹാവ് എ റിസർവേഷൻ അണ്ടർ ദ നെയിം ജസ്റ്റിൻ. ഇനി നമുക്ക് അവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞ് നമുക്ക് അവിടെ കയറി റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് നമുക്ക് ചോദിക്കണം, എപ്പോഴാണ് നിങ്ങളുടെ ഡിന്നറിൻ്റെ സമയം? ഇങ്ങനെ ചോദിക്കാം, വാട്ട് ടൈം ഈസ് ഡിന്നർ സെർവ്ഡ്? വാട്ട് ടൈം ഈസ് ഡിന്നർ സെർവ്ഡ്? ഇത് തന്നെ നമുക്ക് ലഞ്ച് ചോദിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചോദിക്കാം. ഡിന്നറിന് പകരം അതങ്ങ് മാറ്റിയത്, അല്ലേ? വാട്ട് ടൈം ഈസ് ബ്രേക്ക്ഫാസ്റ്റ് സെർവ്ഡ്? അപ്പോൾ അവർ പറയാണ്, ഫ്രം 7 PM to 10 PM. വൈകുന്നേരം 7 തൊട്ട് 10 മണി വരെയാണ് നമുക്ക് ഡിന്നർ കിട്ടുന്നത്. അത് തന്നെ മാറ്റി മാറ്റി ചോദിക്കാം കേട്ടോ, നമ്മൾ പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നമുക്ക് ചോദിക്കണം, അവിടെ ജിം എപ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്? ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അങ്ങനത്തെ ചോദ്യം ചോദിക്കണം, അല്ലേ? അപ്പോൾ നമുക്ക് ചോദിക്കാം, വാട്ട് ടൈം ഡസ് ദ ജിം ഓപ്പൺസ്?
നീ എവറി ഡേ ചോദിക്കണോ? അത് ചോദിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് തന്നെ അതിൻ്റെ അർത്ഥമല്ലേ. ഇനി ഇതിനകത്ത് ഈ സെൻറ്റൻസിനകത്ത് ഒരു തെറ്റുണ്ട്. ആ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കാമോ? ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന വാട്ട് ടൈം ഡസ് ദ ജിം ഓപ്പൺസ് എന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റ്? വാട്ട് ടൈം ഡസ് ദ ജിം ഓപ്പൺസ് വരുമോ? യെസ്, വരില്ല. കാരണം ഡസ് പ്ലസ് V1 ഈസ് ഈക്വൽ ടു V1S എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോഴവിടെ എസ് വീണ്ടും ഉപയോഗിക്കുന്നത് തെറ്റാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ചോദിക്കേണ്ടത്, വാട്ട് ടൈം ഡസ് ദ ജിം ഓപ്പൺ? എവറി ഡേ. എവറി ഡേ ചോദിക്കേണ്ട ആവശ്യമില്ല, ഈച്ച് ഡേ എന്ന് ചോദിക്കണം, അതിൻ്റെ ആവശ്യമില്ല. എത്ര മണിക്കാണ് സാധാരണ ജിം ഓപ്പൺ ചെയ്യുന്നത്? റെസ്റ്റോറൻറ്റ് എത്ര മണിക്കാണ് ഓപ്പൺ ചെയ്യുന്നത്? നമുക്ക് ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം, വാട്ട് ടൈം ഡസ് ദ റെസ്റ്റോറൻറ്റ് ഓപ്പൺ, അല്ലേ? ഇനിയിപ്പോൾ നമുക്ക് അവിടെ ചെന്നു, അവിടെ റെസ്റ്റോറൻറ്റിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഓപ്പൺ ആണോ അതോ പിന്നെ ക്ലോസ് ആയോ എന്നുള്ള ഒരു ധാരണയില്ല. നമുക്ക് ചോദിക്കണം, നിങ്ങൾ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് ഇരിക്കുവാണോ? ആർ യു സ്റ്റിൽ ഓപ്പൺ ഫോർ ഡിന്നർ? ആർ യു സ്റ്റിൽ ഓപ്പൺ ഫോർ ഡിന്നർ? യെസ്. ഇനി നമുക്ക് എങ്ങനെ കംപ്ലയിൻറ്റ്സ് പറയാമെന്നുള്ളത്. നമുക്ക് മിക്കപ്പോഴും ഹോട്ടലിലൊക്കെ റൂം എടുത്ത് കഴിയുമ്പോൾ പല കാര്യങ്ങളും ചിലപ്പോൾ കാണത്തില്ല. നമുക്ക് കംപ്ലയിൻ്റ് ആയിട്ട് അവരെ വിളിച്ച് പറയണം. നമുക്ക് ഉദാഹരണം പറയാം, AC വർക്കാകുന്നില്ല. എങ്ങനെ പറയാം? ദ എയർ കണ്ടീഷൻ അല്ലെങ്കിൽ ദ AC ഈസ്ൻറ്റ് വർക്കിംഗ്. ഇത് തന്നെ TV ആണെങ്കിലോ ദ TV ഈസ്ൻറ്റ് വർക്കിംഗ് നമുക്ക് പറയാം, അല്ലേ? ഇനി ബാത്റൂമിലെ ബൾബ് വർക്കാകുന്നില്ല. എങ്ങനെ പറയാം? ദ ബൾബ് ഇൻ ദ ബാത്റൂം ഈസ്ൻറ്റ് വർക്കിംഗ്, ഈസ് നോട്ട് വർക്കിംഗ്. അതാണ് ഈസ്ൻറ്റ്, അല്ലേ? ദ ബൾബ് ഇൻ ദി ബാത്റൂം ഈസ്ൻറ്റ് വർക്കിംഗ്. ഇനി നമുക്ക് ടോയ്ലറ്റിലെ ഫ്ലഷ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അത് റെഡിയാകുന്നില്ല, പോകുന്നില്ല, അത് വർക്കാകുന്നില്ല. എങ്ങനെ പറയാൻ പറ്റും? ദ ടോയ്ലറ്റ് ഈസ് നോട്ട് ഫ്ലഷിങ് പ്രോപ്പർലി. ദ ടോയ്ലറ്റ് ഈസ് നോട്ട് ഫ്ലഷിങ് പ്രോപ്പർലി. ഇനി നമുക്ക് മിക്കപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ ഇത് തന്നെയായിരുന്നു, അവിടെ റിമോട്ട് കൺട്രോൾ കാണുന്നില്ല. ദർ ഈസ്ൻറ്റ് എ റിമോട്ട് കൺട്രോൾ ഇൻ ദ റൂം. There isn't a TV remote control in the room. AC remote control in the room. Remote control ഇല്ല എന്ന് നമുക്ക് പറയാം. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. The AC isn't working. The bulb in the bathroom isn't working. The toilet is not flushing properly. There isn't a remote control in the room. ഇവിടെ നമുക്ക് isn't working എന്ന് പകരം doesn't work എന്ന് പറയാവോ? The AC doesn't work. ഇവിടെ ഇതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതെന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ, ഡസൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യത്തേയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ പറഞ്ഞു ഇപ്പോൾ വർക്കാകുന്നില്ല എന്നാണ്, അല്ലേ? അത് വർക്ക് ചെയ്യാത്ത സാധനമാണോ എന്നല്ലോ. അതിൻ്റെ അകത്ത് AC ക്കകത്ത് മോട്ടറില്ല എങ്കിൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. പക്ഷേ ഇപ്പോഴേ എന്തോ സാങ്കേതിക തകരാറ് കൊണ്ട് അത് വർക്കാകുന്നില്ല എന്നാണ് നമ്മൾ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അത് ആദ്യം ഞാൻ പറഞ്ഞ, അതായത് ദ AC ഡസൻറ്റ് വർക്ക് എന്ന് പറഞ്ഞത് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അത് ഒരിക്കലും വർക്കാകത്തില്ല എന്നുള്ളതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാപ്റ്ററുകൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പുറകോട്ട് പോയിട്ട് കാണുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഏത് ഭാഷയും പഠിക്കുന്നത് റിപ്പീറ്റ് ചെയ്താണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.